അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ, ഈ ഫോട്ടോ ആരുടേതാണെന്ന് മിക്ക ആളുകൾക്കും അറിയും. അതായത് ഈ തട്ടമിട്ടിരിക്കുന്നത്, ചുമന്ന തട്ടമിട്ടിരിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ പേരക്കുട്ടിയായ സൗദി ഗവൺമെന്റിന്റെ ചീഫ് മുഫ്തിയാണ്. ആൽ ഷെയ്ഖാണ്. മഹാനവറുകളാണ് ഇരിക്കുന്ന ആ തട്ടമിട്ടിരിക്കുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തീവ്രവാദിയാണ്. ആയിരങ്ങളെ കൊന്നൊതുക്കിയ ആളാണ്. അവർ അപകടകാരികളാണ്. സൗദിയും അപകടകാരികളാണ്. മുജാഹിദീങ്ങളോട് സലാം പറയാൻ പാടില്ല. മുജാഹിദീങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിന്തുടർച്ചക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാട്ടിൽ എന്തൊക്കെയാണ് പറയാറുള്ളത്, നിങ്ങളൊക്കെ കേൾക്കണല്ലേ. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയായ ഇന്നത്തെ സൗദി ഗവൺമെന്റിന്റെ ചീഫ് മുഫ്തിയായ ആല് ഷേഖിന്റെ കൂടെ ഇരിക്കണ ഈ ആളെ ആരാറിയങ്ങള്? ഇതാരാറിയോ? പുല്ലാരായമൂട്ടി വലിയാരെ മോനാ. പുല്ലാരായമൂട്ടി വലിയാരെ ഞങ്ങൾക്ക് അറിയില്ലേ? സമസ്തന്റെ വലിയ നേതാവായിരുന്നു. ഇപ്പോ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുസമദ് പൂക്കോട്ടൂര്, അദ്ദേഹം സമസ്തന്റെ വലിയ നേതാവാ, വലിയ പ്രാസംഗികനാണ്. അദ്ദേഹം ആരത്താ പോയിരിക്കണത്? ആല് ഷേഖിന്റെ അടുത്ത്. കണ്ടകള്, ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ. നിങ്ങളടുത്ത് വന്നിട്ട് മുജാഹിദ് അങ്ങനെയാണ്, സലാം പറയരുത്, മുണ്ടരുത്, അങ്ങോട്ടാക്കരുത് ഇങ്ങോട്ടാക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ ഇവർക്ക് തക്കം കിട്ടിയാൽ എന്ത് ചെയ്യും? ഓരോരുത്ത് പോയിരിക്കാനും സലാം പറയാനും ആലിംഗനം ചെയ്യാനും എല്ലാത്തിനും അവർ തയ്യാറാ. അപ്പൊ സഹോദരങ്ങളെ, ഈ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാല് കടലിന്റെ അക്കരെ ഒരു ജമാഅത്ത്, ഇക്കരെ വേറൊരു ജമാഅത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നാളാണ് ഇവര് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുക? ഇപ്പൊ ഏതായാലും എനിക്ക് ഇതിലുള്ള വിഷമം തരോ, നമ്മളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വന്നപ്പോ ഓരോരുത്തർ പറഞ്ഞത് പൈസയാണ് കിട്ടിയിട്ടാണ് മുജാഹിദായതാണ്. മുജാഹിദീങ്ങൾ പണം ഇങ്ങനെ വാരി വിതറുകയാണ്, ഓലെ അപകടകാരികളാണ്, നമ്മളെ നാടിനെ ശ്രദ്ധിക്കണം, നമ്മളെ നാട് അപകടത്തേക്ക് പോവാണ്, മുജാഹിദ് ഉണ്ടാക്കുകയാണ് ആൾക്കാർ, ശ്രദ്ധിച്ചോളണം, അപകടകാരികളാണെന്നൊക്കെ അവർ ഭയങ്കരം ബേജാറും ടെൻഷനും ആക്കാൻ വേണ്ടി ചിലരൊക്കെ മെനക്കെട്ടിരുന്നു. ഇപ്പൊ കണ്ടങ്ങൾ പോയി ഇരിക്കണണ്ട. ഇതാണ് ഇവരുടെയൊക്കെ സുന്നത്തമാത്ത്. പാവപ്പെട്ട ജനങ്ങളെ ഇവർ എന്തൊക്കെ പറഞ്ഞാ പറ്റിച്ചത്? മുജാഹിദീങ്ങളോട് കല്യാണം നടത്താൻ പാടില്ല, അവരെ ക്ഷണം സ്വീകരിക്കാൻ പാടില്ല. ആ ഒരു മുസ്ലിയാരുടെ പ്രസംഗം ഞാൻ കേട്ടു, ഒരു കാഫറുകളാണ്, പച്ച കാഫറുകളാണെന്ന് പറഞ്ഞ പ്രസംഗം. മനസ്സിലായില്ലേ? അത്രയും വിമർശിക്കുന്ന ആള്. എന്റെ സുഹൃത്ത് സയദുദാരിമി ഒരു ദിവസം ഒരു പുതിയാപ്പളിന്റെ ഒപ്പം പോയപ്പോ പെണ്ണിന്റെ വീട്ടുകാര് സമസ്തന്റെ അനുഭാവികളാ, പുതിയാപ്പള മുജാഹിദാ. അപ്പൊ പുതിയാപ്പളിയും കൂട്ടരും പന്തലിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വീടിന്റെ അകത്തുനിന്ന് ജനലൊക്കെ കൂടി നോക്കിയിട്ട് പ്രായമുള്ള സ്ത്രീകൾ പറയാ, ഇത് അറിയോ, എടി ഐറ്റങ്ങൾ മുജാഹിദീങ്ങളാണെങ്കിലും കണ്ണും മോറൊക്കെ നമ്മളെയൊക്കെ മാരിയൊക്കെ തന്നെയാണില്ലേ. കണ്ടാ, കണ്ണും മോറും കണ്ടാ നമ്മളെ മാരിയൊക്കെ തന്നെയാണില്ലേ. അപ്പൊ എന്താണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അപ്പൊ ഈ മൂല്യന്മാര് പ്രചരിപ്പിച്ചിരിക്കുന്നത്? കണ്ട കളി. അത്രയും ഈ ആദർശത്തെ, അതായത് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആദർശം എന്ന് പറഞ്ഞാൽ എന്താ? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ വ്യക്തികളോ പിന്നെ സംഘടനയോ അല്ല. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ആദർശമാണ്. എന്താണ് ആദർശം എന്ന് അറിയങ്ങള്? ഇമാം മശ്ശരി റഹ്മഹുല്ല ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അനുഗുണമായി പറഞ്ഞത് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ സ്വീകരിക്കുക. സമസ്തന്റെ ആളുകൾ അശ്ശരി ത്വരീഖത്താണെന്ന് പറയും ചെയ്യും, അദ്ദേഹം പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞത് സ്വീകരിക്കൂല. നീ അങ്ങനെ അല്ലെങ്കിൽ ഇമാം അശ്ശരി മുജാഹിദിന് എതിരും സമസ്തക്ക് അനുകൂലമായി പറഞ്ഞ ഒരു വരി കൊണ്ടട്ടെ. ഇല്ല. എത്ര നാളെ നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇമാം അശ്ശരി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞത് എന്തുണ്ടോ അത് മുഴുവനും സ്വീകരിക്കണം എന്ന് മുജാഹിദുകൾ പറയുമ്പോൾ അത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുക സമസ്തന്റെ ആളുകൾ. ഒന്നല്ല രണ്ടല്ല, എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അതുപോലെ ഇമാം ഷാഫി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും സ്വീകരിക്കണം എന്ന് പറയാണ് മുജാഹിദ് ആദർശം. അതാണ്. മനസ്സിലായില്ലേ? അതല്ലാതെ വേറൊന്നുമില്ല. ഇമാം ഷാഫി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞ എന്തൊക്കെ കാര്യമുണ്ടോ അതെല്ലാം സ്വീകരിക്കണം. ഇമാം അശ്ശരി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം സ്വീകരിക്കണം എന്നാണ് മുജാഹിദ് ആദർശം. മനസ്സിലായില്ലേ? അതായത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയാണ് നമ്മൾ അനുഗമിക്കേണ്ടത് എന്ന ആശയം. അപ്പൊ ഇതിന് എതിര് നിൽക്കുകയാണ് സമസ്തയുടെ ആളുകൾ ചെയ്യുന്നത്. ഇമാം ഷാഫി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഇവർ തള്ളുകയാണ്. ഇമാം ഷാഫി പുണ്യകരം എന്ന് പറഞ്ഞത് ഇവര് ഹറാമാക്കുകയാണ്. ഇമാം അശ്ശരി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവർ കാഫറാക്കണ വർത്താനം തിരിച്ചു പറയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ,
അതുകൊണ്ടാണ് സത്യം മുജാഹിദുകളുടെ പക്ഷത്താണ് എന്ന ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് സമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ള ആളുകളൊക്കെ ആലു ഷേഖ് പോലെയുള്ള ആളുകളടുത്ത് പോയി ഇരിക്കണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവർ പോയി സലാം പറയോ, അവരടുത്ത് പോയിരിക്കുവോ, അവരോട് ഇടപെടാൻ നിൽക്കുവോ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത് വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakumallahu khairan.